ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഇന്ത്യൻ ക്ലോസറ്റ് എങ്ങനെ വയ്ക്കാന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഇതിപ്പം ചെറിയ 2 ബാത്റൂമാണ്. ഇവിടെ വരുന്നത് ഒരു ഇന്ത്യൻ ക്ലോസറ്റ്, ഒരു ടാപ്പ് പോയിന്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ ഒന്ന് മണ്ണൊക്കെ തോണ്ടി സെറ്റാക്കി ഇടണം, കുറച്ച് താഴ്ത്തി. പിന്നെ ഇവിടെ കിട്ടിയൊരു പണിയെന്ന് വെച്ചാൽ ഈ ട്രാപ്പ് പൊക്കം കൂടിയ ട്രാപ്പ് ആ പാർട്ടി കൊണ്ടുവന്നത്. നമ്മൾ പിന്നെ അടുത്തുള്ള കടയിലൊക്കെ കുറച്ച് അന്വേഷിച്ച് പൊക്കം കുറഞ്ഞ ട്രാപ്പ് വാങ്ങാൻ നോക്കി, പക്ഷെ അവിടെയൊന്നും ഈ ട്രാപ്പ് കിട്ടാനില്ല. പിന്നെ PVC ട്രാപ്പാണെങ്കിലും പൊക്കം കൂടുതലാണ്. കാരണം പൊക്കം കൂടിയ ചിലയിടത്ത് കുഴപ്പമില്ല, നമുക്ക് മണ്ണ് കട്ടി കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടി താഴ്ത്തിയൊക്കെ കൊണ്ടുപോകാം. ഇവിടെയെന്ന് വെച്ചാൽ ഫോൾട്ടെന്ന് വെച്ചാൽ ബാക്കിൽ നല്ല കല്ലുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും താഴ്ത്തി ഈ ട്രാപ്പ് വയ്ക്കുമ്പോൾ ആ കല്ലെല്ലാം ഇളക്കേണ്ടിയും വരും, പിന്നെ അത്രയും വെട്ടി താഴ്ത്തി കൊണ്ടുപോവേണ്ടിയും വരും. അങ്ങനെ ഒരു ഫോൾട്ട് ഉള്ളതുകൊണ്ടാണ് ട്രാപ്പിൻ്റെത് നമ്മൾ പാർട്ടിയുടെ അടുത്ത് പറഞ്ഞു. എന്നിട്ടും അവരും കുറേ ശ്രമിച്ച് കിട്ടിയില്ല. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, അത് തന്നെ അങ്ങ് വെച്ച്. അങ്ങനെ നമ്മൾ ഒരു ക്ലോസറ്റ് ഇവിടെ വച്ച് സെറ്റാക്കി കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ മൊത്തം 2 ക്ലോസറ്റ് വരും, 2 ബാത്റൂമും അടുത്തടുത്താണ്. നമ്മൾ അടുത്ത് ഒരു ക്ലോസറ്റ് ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. പിന്നെ ഇവിടെ ഈ സൈഡിൽ കൂടെ വെട്ടി ആ സൈക്കിളിൽ ഇരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് കുഴി വരുന്നത്, അവിടോട്ട് കൊണ്ടുപോയി കൊടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മൾ ട്രാപ്പ് ഉറപ്പിച്ച് കോൺക്രീറ്റ് ഒക്കെ ഇട്ട് ട്രാപ്പ് ഉറപ്പിച്ച് അതിൻ്റെ പുറത്ത് ക്ലോസറ്റ് എടുത്ത് വെച്ച് സ്പിരിറ്റ് ലെവലിട്ട് മട്ടം വെച്ചിട്ടുണ്ട്. അങ്ങനെ മണ്ണെല്ലാം വെച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റാക്കി ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ഒന്ന് വെള്ളമൊക്കെ നനച്ച് സെറ്റായിട്ട് കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കും. അങ്ങനെ ഇവിടെ നമ്മൾ ആ ഒരു ക്ലോസറ്റ് വെച്ചിട്ടുണ്ട്. നമ്മളിതാ ഇങ്ങനെ ഒരു ചെറിയൊരു മുഴക്കോലെടുത്തിട്ട് സ്പിരിറ്റ് ലെവലിൽ എൻ്റെ മട്ട ഇട്ട് നോക്കണം. ഇത് കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം, മട്ടം കറക്റ്റ് ആയിരിക്കണം. ഇതിൻ്റെ അളവ് ഇവിടെ വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ബാക്ക് നമ്മളൊരു 9 ഇഞ്ച് വിട്ടിട്ടുണ്ട്. നമ്മൾ പിന്നെ സൈഡും ഒരു 9 ഇഞ്ച് വിട്ടിട്ടുണ്ട്. ഇത് പിന്നെ വയ്ക്കുന്ന വേറൊരു ഈ കോൺക്രീറ്റ് മട്ട അതെല്ലാം കാര്യങ്ങളെല്ലാം ഇതിൽ കൂടെ നോക്കണം. അതാണ് വേറൊരു ഫിനിഷിങ് എങ്ങനെ കിട്ടും അതെല്ലാം നമ്മൾ നോക്കി ഇത് വയ്ക്കാക്കുള്ളൂ. ചുമ്മാ എടുത്ത് വച്ചിട്ട് പോകാൻ പറ്റത്തില്ല. നമ്മളിതാ മെഷർമെൻറ്റ് ടാപ്പ് വെച്ച് സൈഡ് നോക്കി നമ്മൾ സൈഡ് 9 ഇഞ്ച് ഇട്ടിട്ടുണ്ട്, ബാക്ക് നമ്മൾ 9 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. ഇത് ചെറിയൊരു ബാത്റൂമാണ്, വലിയ സ്പേസ് അങ്ങനെ ഒന്നുമില്ല, ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടും അടുത്തടുത്താണ് വരുന്നത്. നമ്മൾ ലൈൻ നേരെ 2 സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് ഒറ്റ ലൈനിട്ട് ഇതെല്ലാം സെറ്റാക്കി നമ്മളിതാ കോൺക്രീറ്റ് ചെയ്യുകയാണ്. കോൺക്രീറ്റ് കൂട്ടി ഇവിടെ ബക്കറ്റിടാനുള്ള ഒരു കാരണം ഇവിടെ ചട്ടിയൊന്നും നമ്മളും കൊണ്ടുവന്നില്ല, ഇവിടെ ചട്ടിയൊന്നും ഇല്ല. നമ്മൾ ബക്കറ്റിൽ ഒന്ന് മൺവെട്ടി കുത്തി കുഴച്ച് ബക്കറ്റിൽ കൊണ്ട് തട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെയുള്ള ടാസ്ക് എന്ന് വെച്ചാൽ ഒടുക്കത്തെ വെയിലുമാണ്, മുഖത്തൊക്കെ തോർത്തൊക്കെ കെട്ടിയാണ് നിന്നത്. നമ്മളിവിടെ ഞാൻ പറഞ്ഞ കല്ലെന്ന് വെച്ചാൽ നല്ല പാറക്കല്ല് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെട്ടും വലുതായിട്ട് നീങ്ങത്തില്ല, ഈ കല്ലിളക്കാൻ നല്ല സമയം എടുത്ത് ഇത് കൊടുക്കല്ലേ വൈകിട്ട്. അപ്പൊ അതിന്റെ അടുത്താണ് ചിലടത്ത് ഇങ്ങനത്തെ വലിയ കല്ലൊക്കെ ഇളക്കുന്ന സമയം പോകും. അങ്ങനെ ഇവിടെ നമ്മള് കുറെ കല്ലൊക്കെ ഇളക്കി യൂട്യൂബില് മണ്ണ് വാങ്ങിക്കൊണ്ട് ഇന്റർനെറ്റിൽ നമ്മളങ്ങനെ മണ്ണൊക്കെ വാങ്ങി ഇവിടെ ഒരു എൽബോയും ഒരു 45 ഇട്ട് നമ്മളൊരു പൈപ്പ് 4 ഇഞ്ച് പൈപ്പാണ്. ഇനി ആ ഒരു ലൈനും കൂടെ ഇതിൽ കൂടെ കണക്ട് ചെയ്യണം. പിന്നെ നമ്മൾ സ്പിരിറ്റ് ലെവൽ നോക്കാം, കറക്റ്റ് സ്ലോപ്പിലാണ് ഇട്ടിരിക്കുന്നത്. സ്ലോപ്പ് കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല, കറക്റ്റ് സ്ലോപ്പാണ്. പിന്നെ അവിടെ നമ്മൾ ഇനി ഒരു മാനുവൽ കൊടുക്കുന്നതാണ്. ഇവിടെ സംഭവം ഇത് ഞാൻ പറഞ്ഞില്ലേ, ട്രാപ്പ് പൊക്കം കൂടിയോണ്ട് നമുക്ക് നല്ല പൊക്കി കിട്ടത്തില്ല, അത്യാവശ്യം താഴ്ത്തിയ കിട്ടുന്നത്. പിന്നെ അവിടെ ഡോർ എൽബോ ഇടാൻ പറ്റൂല, കാരണം മണ്ണ് വീഴുന്ന് ആ ഇത് മൂടിപ്പോവും. നമ്മളൊരു പ്ലെയിൻ എൽബോയാണ് അവിടെ ഇട്ടിട്ടുള്ളത്. കാരണം ഡോർ എൽബോ ഇട്ടാൽ ഭാവിയിൽ അടപ്പ് ചെത്തുപോയി വേരൊക്കെ കയറാൻ ചാൻസ് കൂടുതലാണ്. ഇനി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മാനുവൽ കൊടുക്കും. നമ്മൾ ബ്ലോക്കൊക്കെ വരണമെങ്കിൽ അതിലേക്ക് കുത്തി നോക്കാൻ പറ്റും.
ഇവിടെ നമ്മളൊരു വൈയും ഒരു 45 ഒരു എൽബോ ഇട്ട് നമ്മൾ അതിലായിട്ട് പിടിക്കും. വൈ ഇങ്ങനെ ഇട്ടിട്ട് ഒരു എൽബോ ചരിച്ചിടാൻ പറ്റൂലേ? ഒരു 45 പൊക്കി വെച്ചിട്ട് നമ്മളങ്ങനെ ഒരു 45 വെച്ച് നോക്കിയാണ് ഇങ്ങനെ കിട്ടുമെന്ന്. ഇത് മിക്കവാറും ചരിച്ചിടേണ്ടി വരും വൈ, അല്ലാതെ കിട്ടത്തില്ല. കാരണം ഹൈറ്റ് വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇവിടെ ഇപ്പൊ എങ്ങനെ പിടിച്ചാലും മണ്ണ് അത്രയും ഹൈറ്റിൽ പൊങ്ങുന്നോണ്ട് ആ ഒരു സീൻ വരത്തില്ല. സിങ്ക് ടൈലിയാരല്ലേ എണ്ണ വെക്കണത്? നമ്മളൊരു എൽബോ ഇട്ടിട്ടുണ്ട്. ഒരു 45 വെച്ച് നോക്കിയാണ് എങ്ങനെ കിട്ടുമെന്ന്. വേറെ വശമില്ല, നാളെ വാങ്ങാം. നമ്മൾ പശയൊക്കെ തേക്കുമ്പോൾ നല്ല വൃത്തിയായ സോൾവെൻറ്റ് തേച്ചാൽ ഫിറ്റിൻസ് കയറാനൊക്കെ കുറച്ച് നല്ല എളുപ്പമാണ്. അല്ല കുറച്ച് തേച്ചാൽ അത്യാവശ്യം നല്ല പാടാണ്. സോൾവെൻ്റ് അപ്പോൾ തേക്കണേൽ ഒരു മടിയും കാണിക്കേണ്ട, വാരി പൂശിക്കൊള്ളണം. ചില പൈപ്പൊക്കെ കയറാൻ കുറച്ച് പാടുണ്ട്. പിന്നെ ഇവിടെ കിടന്നു ഒരു 5 മീറ്റർ പൈപ്പ് ഇവിടെ കിടന്നു. നമ്മൾ ആ പഴയ പൈപ്പ് വേസ്റ്റ് ആക്കണ്ടെന്ന് പറഞ്ഞ് അതും കൂടെ ഇതിൽ കൂടെ ചേർത്തിട്ടുണ്ട്. പീസിനൊക്കെ ഒട്ടിക്കുന്നത് ആ പഴയ ഒരു പൈപ്പാണ്, അതിൻ്റെ ഒരു പാടും ഉണ്ട്. ഇവിടെ പിന്നെ നമ്മൾ അടിയിൽ പാക്കിങ് അങ്ങനെ വെച്ചിട്ടില്ല. പാക്കിങ് കറക്റ്റാണ്, കാരണം പാറക്കല്ല അടിയിലുള്ളൂ. അങ്ങനെ പാക്കിങ് വലുതായിട്ട് വെക്കാനൊന്നും പറ്റത്തില്ല. സ്ലോപ്പ് കറക്റ്റാണ്. പിന്നെ താഴ്ന്നിയൊന്നും പോകത്തില്ല. കല്ലിൻ്റെ മീതിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ താഴ്ന്നൊന്നും പോകത്തില്ല. അതുകൊണ്ട് പിന്നെ ആ ഒരു കുഴപ്പമില്ല. ഇനി ഇവിടെ വെട്ട് ഒരു 10 മീറ്ററിൻ്റെ അകത്തൊക്കെ ഉള്ളൂ. നേരെ കൊണ്ടുപോയി വെട്ടി കുഴി കൊടുക്കാനുള്ളൂ. പിന്നെ ഇവിടെ ടാസ്ക് എന്ന് വെച്ചാൽ കല്ലാണ്. പിന്നെ നമ്മൾ ഇവിടെ ഒരു ബക്കറ്റിൽ വെച്ചൊരു മാനുവലും കൊടുത്തിട്ടുണ്ട്. ബക്കറ്റ് വെച്ചാൽ നമ്മൾ അടിക്കുന്നത്. അങ്ങനെ തൊട്ടടുത്ത് ഒരു എയറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം കോൺക്രീറ്റ് എല്ലാം ചെയ്ത് സെറ്റാക്കി. ഇവിടെ കൂടെ പൈപ്പ് വന്നിട്ട് നമ്മളിവിടെ ഒരു എൻഡ് ടേപ്പും വെച്ചിട്ടുണ്ട്. ബ്ലോക്കോ അല്ല വരുന്നെങ്കിൽ കുത്തി നോക്കാൻ. തൊട്ടടുത്ത് തന്നെ അവിടെ മാനുവൽ കൊടുക്കേണ്ട ആവശ്യം ഇല്ല, കാരണം കുഴി കാണുന്നത് ആ കുഴി. പിന്നെ ഇവിടെ നമ്മളൊരു മാനുവൽ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ ഇവിടുത്തെ നമ്മളങ്ങനെ കുഴിയിലെല്ലാം കൊടുത്ത് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വാട്ടർ ലൈനാണ് കണക്ട് ചെയ്യുന്നത്. വേറെ 45 ഇട്. ഞാൻ കണ്ടിട്ട് പൊട്ടിയിട്ടൊന്നുമില്ല. കാരണം ഇത് ഇത്രയും ഈ ഡോറിൻ്റെ ഇവിടെ ഇത്രയും പൊട്ടിക്കാൻ കാരണം ഇവിടെ ഡോറ് വരുമ്പോൾ ഈ ലൈൻ ഓപ്പൺ ആയിട്ടാണ് ചെയ്തുകൊണ്ട് പോകണം, കൺസിൽഡ് അല്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് പൊട്ടിച്ച് ഒരു 2-3 45 പൊട്ടിച്ച് ചേർത്താണ് കൊണ്ടുപോകുന്നത്. നമ്മൾ മാനുവൽ നിങ്ങൾക്ക് കാണാൻ നല്ല ക്ലീനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു എയർ മാനുവലിൽ നിന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ടാപ്പ് പോയിൻറ്റും ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് നമ്മളൊരു ടാപ്പ് പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടാപ്പ് മാത്രമേ ഉള്ളൂ. ടാപ്പിൻ്റെ ഹൈറ്റ് നമ്മളൊരു 20 ഇഞ്ചാണ് വെച്ചിട്ടുള്ളത്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഇത്രയും പൊട്ടിക്കാൻ കാരണം ആ ഡോറ് വരുന്നതുകൊണ്ടാണ്.
പിന്നെ അവിടെ അടച്ചു കൊടുക്കുമ്പോൾ ആ ഒരു വിഷയം സോൾവ് ആവും. പിന്നെ ഈ വരുന്നത് നമ്മളെ പഴയ ഒരു കുളിമുറി അപ്പുറത്തുണ്ട്. നിങ്ങൾക്ക് ആദ്യത്തെ ഒരു വീഡിയോ കാണുമ്പോൾ അറിയാം, ഒരു കുളിമുറി ഒരു ടാപ്പും വെച്ച് അതിൻ്റെ ലൈനാണ് ഈ വരുന്നത്. അപ്പോൾ അതിൻ്റെ കുളിക്കണ വെള്ളം നേരെ രണ്ടിൻ്റെയും കൂടെ കണക്ട് ചെയ്ത് അവിടെ കുഴിയുണ്ട്, ആ പഴയ കുഴിയിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെ ഈ അടുത്ത് ഈ എൻ്റെ ഇട്ടേക്കിനടുത്ത് ആ കുഴി, അവിടെ ഒരു ഹോളടിച്ച് നേരെ ആ കുഴിയിലാണ് കൊടുത്തത്. വേസ്റ്റ് വെള്ളത്തിൻ്റെ വെള്ളം പോകുന്നത്. അങ്ങനെ നമ്മളിവിടെ വാട്ടർ ലൈൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരെ ഇനി തൊട്ടടുത്തൊരു വാട്ടർ ലൈൻ ഉണ്ട്, അതിൽ പിടിച്ച് കണക്ട് ചെയ്യാൻ